എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട രേഖകൾ ഇഡിക്ക് കൈമാറാതെ CMRL. രേഖകൾക്ക് അതീവ രഹസ്യ സ്വഭാവമുള്ളതിനാൽ കൈമാറാനാകില്ലെന്ന് CMRL ഇഡിയെ അറിയിച്ചു. എക്സാലോജിക്കുമായി നടത്തിയ സാമ്പത്തിക ഇടപാടുകളുടെ രേഖകളും കരാറുകളുമാണ് ഇഡി ആവശ്യപ്പെട്ടത്. ആദായനികുതി വകുപ്പിന്റെ സെറ്റിൽമെന്റ് നടപടികൾ തീർപ്പാക്കിയ രേഖകളായതിനാൽ മറ്റൊരു ഏജൻസിക്കും പുനഃപരിശോധിക്കാനാകില്ലെന്നാണ് CMRLന്റെ വാദം. CMRL ചീഫ് ഫിനാൻസ് ജനറൽ മാനേജർ പി സുരേഷ് കുമാറിനെയും മുൻ കാഷ്യർ വാസുദേവനെയും ഇഡി ഇന്നും ചോദ്യം ചെയ്യും. അർജുൻ മട്ടന്നൂർ കൊച്ചിയിൽ നിന്നും നമുക്കൊപ്പം. അർജുൻ മട്ടന്നൂർ, ഇഡിയുടെ നീക്കങ്ങൾ ഇപ്പോൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? CMRLകാർ പിടികൊടുക്കുന്നില്ലേ? സുജയ പാർവതി, കഴിഞ്ഞ 2 ദിവസമായി ഈ CMRL ജീവനക്കാരെ ഇഡി ചോദ്യം ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവർ ഇഡി ആവശ്യപ്പെട്ട പ്രധാനപ്പെട്ട നിർണായകമായ ചില രേഖകളും വിവരങ്ങളും CMRL കൈമാറാൻ തയ്യാറാകുന്നില്ല എന്നാണ് മനസ്സിലാകുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം എക്സാലോജിക്കുമായി ഉണ്ടാക്കിയ കരാർ, അതോടൊപ്പം തന്നെ ഈ കരാറുമായി ബന്ധപ്പെട്ട മറ്റ് വിവരങ്ങളൊന്നും തന്നെ CMRL കൈമാറിയിട്ടില്ല. ഇതിന്റെ എല്ലാ രേഖകളും ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ഈ രേഖകൾ ഹാജരാക്കിയില്ല. പകരം CMRLന്റെ മറ്റ് സാമ്പത്തിക ഇടപാടുകൾ, അതോടൊപ്പം തന്നെ മറ്റ് രേഖകളൊക്കെ തന്നെ ഹാജരാക്കിയിട്ടുമുണ്ട്. അതിൽ പ്രധാനമായും CMRL പറയുന്നത് ഈ രേഖകൾ അതീവ രഹസ്യ സ്വഭാവമുള്ളതാണ് എന്നാണ്. ഇഡി ആവശ്യപ്പെട്ടത് സാമ്പത്തിക ഇടപാടുകളുടെ രേഖകളും അതോടൊപ്പം അതിന്റെ കരാറുകളുമാണ്. ആവശ്യപ്പെട്ട രേഖകൾ ഈ ആദായ നികുതി വകുപ്പിന്റെ സെറ്റിൽമെന്റ് നടപടികളുടെ ഭാഗമായതാണ് എന്നാണ് CMRL പറയുന്നത്. അതായത് നേരത്തെ തന്നെ ആദായ നികുതി വകുപ്പിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് ഈ വിഷയം പരിഗണിച്ചതാണ്. സെറ്റിൽമെന്റ് കമ്മീഷന്റെ നടപടികൾ തീർപ്പാക്കിയതാണെന്നും മറ്റൊരു ഏജൻസിക്കും ഇത് പുനഃപരിശോധിക്കാൻ കഴിയില്ല എന്നുമാണ് പ്രധാനമായും പറയുന്നത്. കഴിഞ്ഞ ദിവസം ഈ CFO അടക്കമുള്ള പ്രധാനപ്പെട്ട 3 ജീവനക്കാരെ 24 മണിക്കൂറിലധികം ചോദ്യം ചെയ്തിരുന്നു. അതിനുശേഷം ഇന്നലെ ഉച്ചയോടെയാണ് ഫിനാൻസ് മാനേജറായ പി സുരേഷ് കുമാർ കൂടി ഹാജരായത്. അതോടൊപ്പം തന്നെ ക്യാഷ്യറായ വാസുദേവനും ഇന്നലെ ഉച്ചക്ക് ഹാജരായിരുന്നു. ഈ സുരേഷ് കുമാറാണ് ഇതിൽ ഈ കരാറുമായി ബന്ധപ്പെട്ട നിർണായക ചില രേഖകളിൽ ഒപ്പുവെച്ചത്. ഈ സുരേഷ് കുമാറിന്റെ മൊഴി ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം എടുത്തപ്പോഴും സുരേഷ് കുമാറും ഇതേ കാര്യം തന്നെയാണ് ആവർത്തിക്കുന്നത്. അതായത് എക്സാലോജിക്കുമായി ഉള്ള കരാറോ അതിന്റെ വിവരങ്ങളോ ഇഡിക്ക് കൈമാറാൻ CMRL തയ്യാറല്ല എന്നാണ് CMRLന്റെ നിലപാട്. അതേസമയം മറ്റ് രേഖകളും മറ്റ് വിവരങ്ങളും കൈമാറുന്നുമുണ്ട്. എന്തായാലും പരമാവധി നേരം ഇവരെ ചോദ്യം ചെയ്തുകൊണ്ട്, പരമാവധി പെട്ടെന്ന് തന്നെ ഇവരെ ചോദ്യം ചെയ്തുകൊണ്ട്, ബാഹ്യ ഇടപെടലുകൾ ഇല്ലാത്ത രീതിയിൽ പരമാവധി വിവരങ്ങൾ ശേഖരിക്കുക എന്നുള്ളതാണ് ഇഡിയുടെ ലക്ഷ്യം. എന്തായാലും ഇന്ന് മനസ്സിലാക്കുന്നത് CFO KS സുരേഷ് കുമാർ ഇന്ന് വീണ്ടും ഹാജരായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ശശിധരൻ കർത്തിയും മറ്റ് 3 ജീവനക്കാരും ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഈ നടപടി സ്റ്റേ ചെയ്യണം, അതോടൊപ്പം തന്നെ ഈ മാനസികമായും മറ്റും പീഡിപ്പിക്കുന്നു തുടങ്ങിയ ആരോപണങ്ങളുമായാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. എന്നാൽ ഇഡി ഇക്കാര്യം നിഷേധിക്കുന്നുമുണ്ട്. ഈ വിഷയം ഹൈക്കോടതി വെള്ളിയാഴ്ച പരിഗണിക്കാനിരിക്കെയാണ് ഇത്തരമൊരു നീക്കമുണ്ടായിരിക്കുന്നത്. സുജയ. ഓക്കെ, രേഖകൾ കൈമാറാതെ നിൽക്കുകയാണ് CMRL. അർജുൻ, അങ്ങനെയാണെങ്കിൽ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നത് ഈ രേഖകളുടെ അടിസ്ഥാനത്തിലാണല്ലോ കൂടുതൽ അന്വേഷണത്തിലേക്ക് അല്ലെങ്കിൽ അടുത്ത പരിശോധനയിലേക്കൊക്കെ കടക്കേണ്ടത്. ശശിധരൻ കർത്തയുടെ ഒരു സ്റ്റാൻഡ് എന്താണ്? ഹാജരാകുന്നുണ്ടോ? ശശിധരൻ കർത്ത ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, പാർക്കിൻസൺ അടക്കമുള്ള അസുഖങ്ങളുണ്ട്, മാത്രവുമല്ല പ്രായാധിക്യമുണ്ട്. ഇതൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം ഹാജരാകാതിരുന്നത്. കഴിഞ്ഞ ദിവസം തിങ്കളാഴ്ച അദ്ദേഹത്തോട് ആദ്യം ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നു. അന്ന് ഹാജരായില്ല. തുടർന്ന് തിങ്കളാഴ്ച രാത്രി തന്നെ വീണ്ടും ഇഡി നോട്ടീസ് നൽകി. ചൊവ്വാഴ്ച, അതായത് ഇന്നലെ ഹാജരാകണമെന്നായിരുന്നു ആവശ്യം. ഇന്നലെയും ഹാജരായില്ല. പകരം ഹൈക്കോടതിയെ സമീപിക്കുകയാണ് ചെയ്തത്. ഈ തന്റെ പ്രായാധിക്യവും ആരോഗ്യസ്ഥിതിയും കണക്കിലെടുത്തുകൊണ്ട് തന്നെ ചോദ്യം ചെയ്യലിൽ നിന്ന് ഒഴിവാക്കണം എന്നാണ് ശശിധരൻ കർത്തയുടെ ആവശ്യം. എന്തായാലും ഇക്കാര്യം ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ ഇനി ഇഡിയുടെ ഒരു വിശദീകരണം ഹൈക്കോടതിക്ക് കേൾക്കേണ്ടതുണ്ട്. അത് വെള്ളിയാഴ്ച പരിഗണിക്കാൻ മാറ്റിയിരിക്കുകയാണ്. എന്തായാലും അതുവരെ ശശിധരൻ കർത്ത ഹാജരാകാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. സുജയ. ഓക്കെ, അർജുൻ മട്ടന്നൂരാണ് വിവരങ്ങൾ നൽകിയത്.